പുത്തൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഭാരത നടനം ഭാവരൂപേ നൃത്യങ്ങൾക്കായിട്ട് പോവുകയാണ് ഞങ്ങൾ കേട്ടോ. ഇന്ന് സ്റ്റുഡൻസും പേരൻസും ഒരല്പം കൂടുതലായിട്ട് 2 ബസ്സിലാണ് പോകുന്നത്. ബസ് മുഴുവൻ കുട്ടികളെല്ലാം തറയിലും സ്റ്റെപ്പിലും ഏതാണ്ട് ഡ്രൈവറിൻ്റെ അടുത്ത് വരെയായിട്ട് ഇരുന്നാണ് എങ്ങനെയും അറേഞ്ച് ചെയ്ത് പോയത്. മറ്റേ ബസ്സിലെ സ്ഥിതി ഇതിലും ദയനീയമാണ്. സിദ്ധിമോളുടെ ലാസ്റ്റ് നോട്ടത്തിൽ ഒരു അണ്ണിക്കുഞ്ഞിനെ കണക്കില്ലേ? എൻ്റെ നിത്യതയിലെ എല്ലാ മക്കളും പ്രകൃതിയിലെ സുന്ദരിമാരാണ്. ആ സുന്ദരിമാരൊക്കെ നല്ലതുപോലെ ഇങ്ങനെ നൃത്തം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇന്ന് കുട്ടികളെല്ലാം എന്താ പറയുക, അടപ്പലഹാരം അടുക്കി വെച്ചിരിക്കുന്ന കണക്കിങ്ങനെ കിടക്കുവാണ്. ഇത്രയും കുറഞ്ഞ സാഹചര്യത്തിലും ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അതിൽ തന്നെ പത്മനാഭനെ പോലെ കിടന്നും ഇരുന്നും കളിച്ചും ചിരിച്ചും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മാക്സിമം ആയിട്ട് അവരെല്ലാം നമ്മുടെ പ്രോഗ്രാമിൽ വളരെയധികം സഹകരണത്തോടെ തന്നെ പോകും. ഇത്രയും സഹകരണമുള്ള മക്കളാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. ഇതാണ് കൂട്ടുകാരെ നിത്യതയുടെ ലോഗോ. നിത്യതയും നടരാജനും ആ ലോഗോയിൽ കാണാം. ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം ഒരു വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മുടെ ജനമോളുടെ കാലിന് പൊട്ടലായിട്ട് ഒരൊറ്റ ദിവസം സമയം കൊണ്ട് ശ്രീലക്ഷ്മി മോളും മീനാക്ഷി മോളും ചേർന്ന് ജനമോളുടെ ക്യാരക്ടറുകളും ഒക്കെ മാറ്റിയും തിരിച്ചും പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഒരൊറ്റ ദിവസത്തെ പഠനത്തിലാണ് അത്രയും, അതായത് വലിയ 3 നൃത്തങ്ങൾ അവർ പഠിച്ചെടുത്തത്. ഒരുപാട് ബുദ്ധിമുട്ടി ആ മക്കൾ ചെയ്തെടുത്തൊരു ത്യാഗം തന്നെയായിരുന്നു അത്. ഈ പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറായ പരമശിവനായിട്ട് ഒരൊറ്റ ദിവസത്തെ പഠനത്തിൽ നമ്മുടെ മീനാക്ഷി മോള് എത്തിയിട്ടുണ്ട്. ആൾക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ കോൺഫിഡൻ്റായിട്ട് തന്നെ ചെയ്യാനുള്ളൊരു ശ്രമം അവൾ നടത്തുന്നുണ്ട്. മാക്സിമം വേഗത്തിൽ എക്സാം സമയത്തും അവൾ അതെല്ലാം പഠിച്ചെടുത്തു. അതുപോലെ തന്നെ ശ്രീലക്ഷ്മി മോളും. അതിനൊപ്പം മീനാക്ഷി മോൾക്ക് അനൗൺസ് ചെയ്യേണ്ട കാര്യം കൂടെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്നോടൊരു ഡിസ്കഷൻ നടത്തുമായിരുന്നു. അവൾ ശിവൻ്റെ നൃത്തം ഞാൻ വിചാരിച്ചതിലും അതിമനോഹരമായിട്ട് തന്നെ ചെയ്തു. ജനമോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ശരിക്കും മീനാക്ഷി മോൾ ഇത്രയും കുറഞ്ഞ സമയത്ത് ഇത്രയും പഠിച്ചെടുത്തു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അയ്യോ, ഒരാളുടെ കാര്യം ഞാൻ വിട്ടുപോയി. നമ്മുടെ അനാമിക മോൾ. മീനാക്ഷി മോൾ ഇങ്ങനെ ക്യാരക്ടർ മാറിയ കാരണം ആ ക്യാരക്ടർ പഠിച്ചെടുത്തത് നമ്മുടെ അനാമിക മോളായിരുന്നു. അവളാണ് ഈ പ്രാവശ്യം ശ്രീരാമനായിട്ട് എത്തിയത്. പക്ഷേ വളരെ മനോഹരമായിട്ട്, എന്ന് വെച്ചാൽ അത്ര മനോഹരമായി അവളത് ചെയ്തു. നമ്മുടെ ജനമോള് ഈ പ്രോഗ്രാമൊക്കെ കണ്ടോ പൊട്ടലുള്ള കാലൊക്കെ ആയിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അവൾ നല്ലോണം ആസ്വദിച്ചു. അവൾക്കതൊരു ഭാഗ്യമായിട്ടാണ് പറയുന്നത്, നേരിട്ട് പ്രോഗ്രാം മുഴുവൻ കാണാൻ കഴിഞ്ഞു എന്നുള്ളത്. പിന്നെ വീണ്ടും ജനയുടെ ക്യാരക്ടറായിട്ട് മീനാക്ഷി തന്നെയാണ് എത്തിയത്. അതും അവൾ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു.